നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങളുടെ നഗരമായ മുംബൈയിൽ സ്ഥലപരിമിതി എന്നത് പുതുമയുള്ള കാര്യമല്ലെങ്കിലും വെർസോവയിലെ ഒരു യുവാവ് തന്റെ വീടിനായി ഒരുക്കിയ അടുക്കളയുടെ രീതി ഇപ്പോൾ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിരിക്കുകയാണ്. പരിമിതമായ സാഹചര്യങ്ങളെ എങ്ങനെയാണ് സർഗാത്മകമായി ഉപയോഗിക്കാമെന്നതിന് ഒരു ഉദാഹരണമായി ഈ വീടിനെ കാണാമെങ്കിലും ഇതിന്റെ ഘടനയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അത്യാധുനികമായ മോഡുലാർ കിച്ചണുകളെയും വിദേശ മാതൃകയിലുള്ള ഡിസൈനുകളെയും വെല്ലുന്ന രീതിയിൽ ആകാശത്തിന് കീഴെ പൂർണ്ണമായും തുറസായ ഒരു അടുക്കളയാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. വീടിനുള്ളിലെ ഒരു മുറിയായി അടുക്കളയെ ഒതുക്കാതെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം. തലയ്ക്ക് മുകളിൽ മേൽക്കൂരയോ വശങ്ങളിൽ ഭിത്തികളോ ഇല്ലാത്തതിനാൽ പാചകം ചെയ്യുമ്പോൾ ആകാശ കാഴ്ചകളും തണുത്ത കാറ്റും ആസ്വദിക്കാമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. സമീപത്തെ മരങ്ങൾ കാറ്റിലാടുന്നതും താഴെ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതും കണ്ടുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാം. വീടിന്റെ പ്രധാന ഭാഗത്ത് നിന്നും ഗ്ലാസ് വാതിലുകൾ കൊണ്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിലും പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു വീടിന്റെ ഭാഗമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. ഗ്യാസ് സിലിണ്ടറുകളും സ്റ്റവും മറ്റു പാത്രങ്ങളുമെല്ലാം വളരെ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ബാൽക്കണിയിൽ പാചകപ്പുര ഒരുക്കിയതുപോലെയാണ് ഈ കാഴ്ച അനുഭവപ്പെടുന്നത്. വീഡിയോ വൈറലായതോടെ ഈ വ്യത്യസ്തമായ പരീക്ഷണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. മുംബൈയിലെ കനത്ത മഴക്കാലത്ത് ഇത്തരമൊരു അടുക്കള എങ്ങനെ പ്രവർത്തിക്കും എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആശങ്ക. മഴവെള്ളം ഭക്ഷണത്തിൽ വീഴുന്നതും പാചകവാതക സിലിണ്ടർ സുരക്ഷിതമല്ലാത്ത രീതിയിൽ തുറസായ സ്ഥലത്ത് വെച്ചിരിക്കുന്നതും പ്രായോഗികമായ വലിയ വെല്ലുവിളികളാണ്. പൊടിയും കരിയിലയും ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുള്ളതിനാൽ ശുചിത്വത്തിന്റെ കാര്യത്തിലും പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനെ പരിഹസിച്ചും തമാശ രൂപേണയും നിരവധി കമന്റുകളാണ് വരുന്നത്. ഇതാണ് യഥാർത്ഥ ക്ലൗഡ് കിച്ചൺ എന്നും ബിൽഡർ ഭിത്തി പണിയാൻ മറന്നുപോയതാകാം എന്നതുമൊക്കെയാണ് ആളുകൾ തമാശയായി കമന്റ് ചെയ്യുന്നത്. മഴയത്ത് കുട പിടിച്ച് കഞ്ഞി വെക്കേണ്ടി വരുമോ എന്ന ചോദ്യം മുതൽ മുംബൈയിലെ സ്ഥലപരിമിതിയുടെ ദയനീയാവസ്ഥ വരെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ഇത്തരമൊരു തുറന്ന ഇടം കണ്ടെത്താനുള്ള യുവാവിന്റെ ധൈര്യത്തെയും പലരും അഭിനന്ദിക്കുന്നുണ്ട്.